മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കടുകുമണി അപ്പസ്തലോയുടെ പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ തയ്യാറായി ഒരുങ്ങി വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ നമുക്കെങ്ങനെ പ്രേക്ഷിതയാവാം, പ്രേക്ഷിതനാവാം. ഓക്കെ? എന്താ പ്രാർത്ഥന? ദൈവവുമായുള്ള സംഭാഷണം. ദൈവവുമായിട്ടുള്ള സംഭാഷണം. പ്രാർത്ഥന ദൈവവുമായുള്ള സംസാരമാണ്. ദൈവത്തോട് സംസാരിക്കുന്നതാണല്ലേ. ഇത് ചുമ്മാതെ നിങ്ങൾക്ക് വർത്തമാനം പറയുമ്പോൾ എടി നീ അറിഞ്ഞോ ഒരു വിശേഷമുണ്ട്, ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ളൊരു സംഭാഷണമാണോ? അല്ല, എന്ത് തരത്തിലുള്ള സംഭാഷണമായിരിക്കും? സ്നേഹ സംഭാഷണം. സ്നേഹ സംഭാഷണമാണല്ലേ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, അബ്ബ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു സംസാരമാണ് പ്രാർത്ഥന. വെറുമൊരു സൗഹൃദ സംഭാഷണമല്ല, അതിനകത്ത് ഉൾപ്പെടേണ്ട ഒരു വലിയ സംഗതി കൂടിയുണ്ട്. എന്താണെന്നറിയോ? പ്രത്യാശയോടുകൂടെയുള്ള ഒരു സംഭാഷണമാണ്. സ്നേഹത്തോട് ഞാൻ എൻ്റെ പപ്പയോടൊരു കാര്യം ചോദിക്കുമ്പോൾ ആ പപ്പ എനിക്ക് സാധിച്ചു തരുമെന്നുള്ള ഒരു കുട്ടിയുടെ വിശ്വാസം പോലെ തന്നെയാണ്. എൻ്റെ പിതാവായ ദൈവത്തോട് ഞാൻ യാചിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പിതാവായ ദൈവം എൻ്റെ യാചന സാധിച്ചു തരുമെന്നുള്ള പ്രത്യാശയാണ്. ഇനി സാധിച്ചു തരണോ വേണ്ടയോ എന്നുള്ള പിതാവായ ദൈവമാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. നമ്മൾ പപ്പയോടും മമ്മിയോടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അതെല്ലാം ഒരു സാധിച്ചു തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലേ. ഉണ്ടോ? ഇല്ല. അവരത് ചൂസ് ചെയ്യും. അവർ അത് നോക്കി നിങ്ങൾക്ക് അർഹതപ്പെട്ടത്, അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അത് വിവേചിച്ചറിഞ്ഞാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെയാണ് പിതാവായ ദൈവവും. അല്ല, ഞാനൊരു സ്കിറ്റ് തയ്യാറാകാൻ പറഞ്ഞിരുന്നല്ലോ. ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള പ്രാർത്ഥനയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഒരു നല്ല സ്കിറ്റ് നിങ്ങൾ തയ്യാറാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തയ്യാറാക്കി. കാണാമല്ലോ അല്ലേ? വെരി ഗുഡ്.
പെർഫോം ചെയ്തോളൂ. ആരംഭിക്കാം. നമ്മുടെ ഗുരു എത്ര നല്ലവനാണ്. അവൻ എല്ലാവരോടും കരുണ കാണിക്കുന്നു. ശരിയാണ്. അദ്ദേഹം ശിഷ്യരാകാൻ വിളിക്കപ്പെട്ട നാം എത്രയോ ഭാഗ്യവാന്മാർ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല. അദ്ദേഹം ഇത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും ഇത്രയേറെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരു മടുപ്പും തോന്നുന്നില്ലല്ലോ. ശരിയാണ്. നമ്മുടെ ഗുരു ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. പ്രാർത്ഥന മാത്രമായിരുന്നു അവൻ്റെ ശക്തി. അതെ അതെ, എനിക്കെൻ്റെ കണ്ണുകളെ ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. അവൻ ആ ബാലൻ്റെ കയ്യിലെ ആ 5 അപ്പവും 2 മീനും അവൻ പ്രാർത്ഥിച്ച് വിഭജിച്ച് 5000 പേർക്ക് നൽകിയത്. പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് വലുത് തന്നെ. നമുക്കും അവനോട് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞാലോ? ശരിയാണ്. താബോർ മരുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ രൂപാന്തരപ്പെട്ടത് ഇപ്പോഴും എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. വരൂ കൂട്ടരെ. ഗുരു, ഞങ്ങളെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കും. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ നിറവേണമേ. അന്നന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ ആമേൻ ആമേൻ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങു ഞങ്ങളെ നയിക്കണമേ. അഗ്നി പരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. ആമേൻ ആമേൻ ആമേൻ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അല്ലേ? അതെ. നിങ്ങൾ മനോഹരമായിട്ട് പാടിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ശിഷ്യന്മാർ ഈശോയോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സെബദീ പുത്രന്മാർ ചെന്നിട്ട് ഒരാളെ വലതുവശത്തിരുത്തണമെന്നും ഒരാളെ ഇടതുവശത്തിരുത്തണമെന്നും ചോദിക്കുന്നുണ്ട്. ഇനി പത്രോസ് ഈശോയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗുരു, അപകടമാണ്, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ആഗ്രഹിച്ച് ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവരുടെ ആഗ്രഹമാണ് ഇത്രയും മനോഹരമായ ഈ പ്രാർത്ഥന നമുക്ക് ലഭിക്കാനായിട്ടുള്ള കാരണം. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്, പ്രാർത്ഥനയിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചതാരാ? ഈശോ തന്നെയാണ്. ഈശോയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒത്തിരി അവസരങ്ങളിൽ പ്രധാനപ്പെട്ട പല അത്ഭുതങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ജോഫിന് 1-2 ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? സാർ, ഈശോ ദിവസം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ഈശോ രാത്രിയിൽ ഇരുന്ന് സ്ഥിരമായി ദൈവവുമായി പ്രാർത്ഥിക്കുകയും എല്ലാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഉദാഹരണമായി ലാസറിനെ ഉയർപ്പിക്കുന്നത്, അപ്പം വർദ്ധിപ്പിക്കുന്നതൊക്കെ. അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ കൈകളിൽ അപ്പവും മീനും എടുത്ത് ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് വിഭജിച്ച് മനുഷ്യർക്ക് നൽകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒത്തിരി നിരവധിയായ സംഭവങ്ങളുണ്ട് ഈശോയുടെ ജീവിതത്തിൽ. പ്രാർത്ഥന ദൈവപുത്രനായിരിക്കെ തന്നെ, ദൈവം തന്നെ ആയിരിക്കെ പിതാവായ ദൈവത്തോടുള്ള ഈശോയുടെ അഭേദ്യമായ ബന്ധം, ആ സ്നേഹ സംഭാഷണം, പിതാവായ ദൈവം താൻ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു തരുമെന്ന്. പക്ഷേ ഈശോയുടെ ഒരു പ്രാർത്ഥന മാത്രം പിതാവായ ദൈവം കേൾക്കുന്നില്ല. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതുപോലെ കിട്ടണമെന്നില്ല. എന്നിട്ട് ഈശോ പറയുന്നത് എന്താ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതാണ് പ്രാർത്ഥനയുടെ ചൈതന്യം.
നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശോയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി കിട്ടിയില്ല എങ്കിൽ എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കാരണം നമ്മുടെ ഇഷ്ടമല്ല, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവിടെ നിറവേറപ്പെടേണ്ടത്. അതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ചൈതന്യം. ഇനി പ്രേക്ഷിത മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത കഥ പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തെരേസിന് പറയാവോ? സാർ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി വളരെയധികം പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയായിരുന്നു. രോഗാവസ്ഥയിലും വിശുദ്ധ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധയ്ക്ക് മിഷന് പോകണമെന്ന് വളരെ താല്പര്യമായിരുന്നു. എങ്കിലും രോഗാവസ്ഥയിൽ അത് സാധിച്ചില്ല. പക്ഷേ മഠത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥന വഴി മിഷൻ പ്രവർത്തനം ചെയ്തു. വിശുദ്ധയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫ്രാൻസിനി മാനസാന്തരപ്പെട്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ പ്രേക്ഷിത മധ്യസ്ഥയെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഫ്രാൻസിനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി. ആ പുണ്യവതിയുടെ ഏറ്റവും വലിയ കൺസേൺ ഇതായിരുന്നു, ആ മനുഷ്യൻ മാനസാന്തരപ്പെടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അയാൾക്ക് സ്വർഗരാജ്യം കിട്ടുമോ? അപ്പോൾ പുണ്യവതി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ മാനസാന്തരപ്പെടുകയും അതുവഴി സ്വർഗരാജ്യം പ്രാപ്തമാക്കാൻ അയാൾ യോഗ്യനാവുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ അവിടെ പോയി ചെയ്യണമെന്നില്ല. മറിച്ച് നമുക്ക് ദൂരെ ഇരുന്നു കൊണ്ട് നമുക്ക് പരിചയമുള്ള പ്രേക്ഷിതരെ, സമർപ്പിതരെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെ, ചില സ്ഥലത്ത് ചില കുടുംബങ്ങളുണ്ട് കേട്ടോ. അവരിങ്ങനെ കുറച്ച് നാളത്തേക്ക് അവധിയൊക്കെ എടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് പോയി താമസിച്ച് ദൈവവചനം പ്രസംഗിക്കാൻ പോകുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ഓർത്ത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴി നാം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഉദാഹരണം പറയട്ടെ. ഈ വെടിക്കെട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന അമിട്ട്, അത് കത്തിച്ചുവിടുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടി മോളിൽ പോയി പല നിലയിൽ പൊട്ടിച്ചിതറും അല്ലേ? അതെ അതെ. കാണാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ അതോടുകൂടി തീർന്നു. അത് നമുക്ക് താഴെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അത് പോയാൽ പോയി പൊട്ടി തീർന്നു. ഇനി നമ്മളിവിടെ നിന്ന് അയക്കുന്ന റോക്കറ്റുകളോ, ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റ് വഹിച്ചുകൊണ്ട് പോകുന്ന റോക്കറ്റുകളോ, അവയെ നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാം. നല്ല രീതിയിൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആ സാറ്റലൈറ്റ് മുകളിൽ ചെന്ന് ചെയ്യൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ പോയി മിഷൻ പ്രവർത്തനം ചെയ്യുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും അവരൊക്കെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ പോയി നമ്മളെ റെപ്രസെൻ്റ് ചെയ്താണ് അവർ പോകുന്നത്. നമുക്ക് പകരക്കാരായിട്ടാണ് അവർ മിഷൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ പലപ്പോഴും അവർക്ക് തന്നെ അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവരെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായിക്കും. അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ ഡിപ്രഷൻസ് ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മളയക്കുന്ന പ്രാർത്ഥനയുടെ ചൈതന്യം അത് അവരെ വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും ആർജവത്തോടു കൂടി വീണ്ടും ഈശോയോട് കാര്യങ്ങൾ ചെയ്യാൻ അവരെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കും. ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായിട്ടും അവരെ പ്രേരിപ്പിക്കും. അതിനാണ് ഈ റോക്കറ്റിനെ ദൂരെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് പോലെ നമുക്ക് പരിചയമുള്ള മിഷണറിമാരെ നമ്മൾ പ്രാർത്ഥനയിലൂടെ സഹായിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. വെരി ഗുഡ്. ഇനി ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഈ പ്രാർത്ഥനാനുഭവം വളരെ ശക്തമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ എത്രമാത്രം പഠിച്ചാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ പരിഭ്രമം ഉണ്ടാവും അല്ലേ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ അമ്മച്ചി പറയുക, അല്ലെ പപ്പ പറയുക, അല്ലെ വെല്ലുപ്പിച്ചും പറയുക, വെല്ലുമിച്ച് പറയുക, മക്കളെ പേടിക്കണ്ട, പോക്കോ, ഞാൻ നീ പരീക്ഷ എഴുതുന്ന സമയം ഇവിടെ മുട്ടിൽമേൽ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചോളാം, എൻ്റെ പ്രാർത്ഥനയിൽ നീ ഉണ്ടാവും. അതൊരു വലിയ ആശ്വാസമാണ് അല്ലേ? അതൊരു വലിയ ശക്തിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ, കയ്യിൽ നിന്ന് വിറയ്ക്കുമ്പോൾ, ഓ എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ വെല്ലുമിച്ചി എന്നെ ഓർക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥനയിൽ ഞാനുണ്ട്. അന്നേരം നമ്മുടെ ടെൻഷൻസ് എല്ലാം മാറി ശാന്തമായി സ്വസ്ഥമായി പരീക്ഷ വളരെ ഭംഗിയായിട്ട് എഴുതാനും നല്ല റിസൾട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അപ്പോൾ പ്രാർത്ഥന പല രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇനി എനിക്ക് ചോദിക്കേണ്ടത്, നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ഉദാഹരണം. സാറേ, ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ എടുത്തുകൊണ്ടേ പേന വെഞ്ചരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. ആണല്ലേ? അപ്പോൾ വികാരിച്ചൻ്റെ അടുത്ത് പോയി കുർബാനയൊക്കെ കഴിഞ്ഞ്, വികാരിച്ച ഞാനിന്ന് പരീക്ഷയ്ക്ക് പോവുക, എൻ്റെ പേനയൊന്ന് വെഞ്ചരിച്ച് തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം അത് വെഞ്ചരിച്ച് തരുന്നു. അതൊരു ശക്തിയാണ് അല്ലേ? ദൈവാനുഗ്രഹം നിറഞ്ഞൊരു പേന. ഒരുപക്ഷെ അങ്ങനെ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ വികാരിച്ചമാരെ അപ്രോച്ച് ചെയ്യുന്നത്, അവരെ സമീപിക്കുന്നത്? പല രീതിയിൽ. ചിലർ വണ്ടി വെഞ്ചരിക്കാനായിട്ട് കൊണ്ട് ചെല്ലാറുണ്ട്. അങ്ങനെ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവരുപയോഗിക്കുന്ന പല വസ്തുക്കൾ അത് വെഞ്ചരിച്ച്
ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അല്ലേ? വെരി ഗുഡ്. ഇനി ഏതെങ്കിലും? ഞങ്ങൾ പരീക്ഷകൾക്ക് മുമ്പ് ഞങ്ങളുടെ പേരെഴുതി മറ്റ് ക്ലാസ്സുകാർക്ക് കൊടുക്കും. അപ്പോൾ അവർ ആരുടെ പേരാണ് കിട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ല വിജയം വരിക്കാൻ സാധിച്ചു. വെറുതെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുക മാത്രമല്ല, പ്രാർത്ഥനയിലും ആ സൗഹൃദം അല്ലേ? ക്ലാസ് റൂമിൽ പരസ്പരം ഒരു ലോട്ടൊക്കെ ഇട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ കൊടുത്ത് ആ ഓരോ കിട്ടുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു രീതിയാണത്. നമുക്കൊക്കെ നമ്മുടെ സ്കൂളുകളിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നൊരു സംഗതിയുമാണ്. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്? ലോകം മുഴുവനും ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, കുറച്ച് വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അല്പസമയം മാറ്റിവെച്ചിട്ട് ആ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഫ്ലോർ, ഇത് ഷാലോമിൻ്റെ ഫ്ലോറാണ് അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മളെ സഹായിക്കാനായിട്ട് ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട്. നല്ല ക്യാമറാമാന്മാരുണ്ട്, നല്ല മേക്കപ്പ് മാന്മാരുണ്ട്, നമ്മുടെ നല്ല ഡയറക്ടറുണ്ട്. അങ്ങനെ ഒത്തിരി വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇതിൽ സഹായിക്കുന്നത്. പക്ഷേ ഇവരെയെല്ലാം സഹായിക്കാനായിട്ട് നമ്മളാരും കാണാതെ അങ്ങ് എവിടെയോ ഒരു കൊച്ചുമുറിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ. അവരാണ് നമ്മുടെ പുറകിലെ പ്രാർത്ഥനാ ശക്തി, ആധ്യാത്മിക അരൂപി അവരാണ്. അവർ ഈശോയോട് മുട്ടിപ്പാടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുറേ കുഞ്ഞുമക്കൾ ഈശോയെ നിനക്ക് വേണ്ടി അവരൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അവരെ നീ അനുഗ്രഹിക്കണമേ, അവരെ സഹായിക്കുന്ന ആ ചേട്ടന്മാരെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ. അവർ നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഈ ലോകം മുഴുവനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അവരാർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ 2 പേരെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ പ്രതികരണം അവരെ കണ്ടതിന് ശേഷം? ശാലോമിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി കേന്ദ്രം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്കായും ലഭിക്കുന്ന നിയോഗങ്ങൾക്കായും നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഫോണിലൂടെ ലഭിക്കുന്ന നിയോഗങ്ങൾക്ക് അത് കേൾക്കുന്ന വ്യക്തി വ്യക്തിപരമായും കൂട്ടായും പ്രാർത്ഥിക്കുന്നു. കത്തുകൾ വഴിയും ഇമെയിൽ വഴിയും ലഭിക്കുന്ന നിയോഗങ്ങൾ ലഭിക്കുന്ന അവസരം മുതൽ നിരന്തരം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നൈറ്റ് വിജിൽ അവസരത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ലോക സമാധാനത്തിനും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായും വിവിധ ആവശ്യങ്ങൾക്കായും മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. വെരി ഗുഡ്. നമുക്ക് അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നോക്കിക്കേ, ഈ പ്രാർത്ഥനയുടെ ശക്തി. സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർ. അവരുടെ ആ സമയത്തിൻ്റെ ഒരു അല്പം മാറ്റിവെച്ച് അവർ ഈശോയുടെ മുൻപിൽ വന്ന് അവർക്കൊരു പരിചയവുമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരല്ലേ? അതെ. പ്രിയ കൂട്ടുകാരെ, പ്രാർത്ഥനയെക്കുറിച്ച് ചർച്ച ചെയ്ത ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. ഓരോ ദിവസവും എപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടും അപ്പോഴെല്ലാം ഈശോയോട് നാം സൗഹൃദ സംഭാഷണം നടത്തും. അതും പ്രത്യാശയോടെ. നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന പ്രത്യാശയോടുകൂടെ നമ്മുടെ യാചനകൾ നമുക്ക് ഈശോയുടെ മുമ്പിൽ അർപ്പിക്കാം. എന്നും ഉത്തരം തരുന്ന ഈശോ നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ച് നമുക്ക് ഉത്തരമരുളും. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.